ഇന്ന് നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ മപ്പാസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ മീഡിയം സൈസ് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് 15 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പെരുംജീരകം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കറക്റ്റായിട്ടുള്ള അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയുടെ 2/2 പാലും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അടുപ്പിൽ തീ ഒരു മീഡിയം ഫ്ലെയിമാക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്ന് പാകം ചെയ്യാം. ഒരു 10-15 മിനിറ്റോളം ചിക്കൻ വേകാൻ വേണ്ടി വരും കേട്ടോ. അതിനുശേഷം ഈ അടപ്പൊക്കെ മാറ്റി ആ കറി അല്പസമയം നമുക്കൊന്ന് കുറുകി വരുന്നതിന് വേണ്ടിയിട്ട് തുറന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി അടുപ്പിൽ തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം 1 കപ്പ് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഇതൊന്ന് ചെറുതീയിൽ തിളപ്പിച്ചതിന് ശേഷം അടുപ്പിൽ തീ ഓഫ് ചെയ്യുക. മറ്റൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ തയ്യാറായി.